ആഹാ, അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ഉണ്ടോ? കാക്ക കരഞ്ഞു. നമുക്കിനി പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ വരാല്, ബ്രാല്, ചേറ്, ഈ പേരുള്ള ഈ മിടുക്കനെ നമ്മളിന്ന് പൊള്ളിക്കാൻ പോവാം. ഇപ്പോൾ തന്നെ കൃത്യമായിട്ടൊരു മസാല രൂപത്തിലേക്ക് ആ സംഭവം വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് മസാല നിറയ്ക്കാം. കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിത് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ്. ആദ്യമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞാൻ അഭിപ്രായം പറയാതെ ഒരു എപ്പിസോഡ് തീർക്കാൻ പോവാണ്. നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ സ്ഥലം വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക്. കാരണം സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മറക്കാത്ത മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞില്ല. അദ്ദേഹം വേദനിച്ച് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞ് നടന്നു പോയ, തോളി ചരിച്ച് നടന്നു പോയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. വെള്ളായണി, കിരീടം പാലം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ ആ വിഷ്വൽ കാണുന്ന സമയത്ത് നമുക്ക് എന്നും ഒരു വേദനയോടെ അല്ലാതെ ആ വിഷ്വൽസ് നമുക്ക് കാണാനേ പറ്റില്ല. അപ്പോൾ ഈ സ്ഥലത്തിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുമാധവൻ്റെ എല്ലാ വേദനയും ഉൾക്കൊള്ളുന്നൊരു അവസ്ഥയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരുപാട് തവണ വരാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മുടെ കിരീടം പാലം ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ട് നമ്മുടെ സേതുമാധവൻ നടന്ന വഴികളൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട് ഈ സ്ഥലം. കാലത്തിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കാര്യം, സോൾട്ട് ആൻഡ് പെപ്പറിന് എന്താണ് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? തൊട്ടടുത്ത് കുറച്ചുകൂടെ യാത്ര ചെയ്താൽ പുഞ്ചക്കരി എന്ന് പറയുന്നൊരു ഷാപ്പുണ്ട്. അപ്പോൾ ഷാപ്പിലെ കറിയാണ് ഇത്തവണ നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കൊരു സ്പെഷ്യൽ യാത്രയിലേക്ക് പോയാലോ? സ്പെഷ്യൽ രുചി, ഷാപ്പിലെ രുചിയാണ് ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. അങ്ങോട്ടേക്ക് വായോ. ദേ കണ്ടില്ലേ, പുഞ്ചക്കരി ഷാപ്പിലെ നാടൻ കറികൾ. പല സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ഇതിലെന്താണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകണമെന്ന് എനിക്കും യാതൊരു ഐഡിയ ഇല്ല. ശരി, നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് നമ്മുടെ ഇത്തവണ സോൾട്ട് ആൻഡ് പെപ്പറിന് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഒരു ഐഡിയ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ അവിടെ പോയി നോക്കാം എന്താണ് രുചിയെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് വായോ. അപ്പോൾ ഷാപ്പിലെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. കണ്ടോ, കാക്ക കരഞ്ഞു. നമുക്കിനി പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. നമ്മുടെ ഷാപ്പിലെ കറിയുടെ രുചി എന്താണെന്ന് നമ്മൾ ശരിക്കും അറിയാൻ പോവാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട രാമേട്ടനാണ് നമുക്ക് വേണ്ടി ഇന്ന് പാചകം നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്. രാമേട്ട, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ രാമേട്ടൻ്റെ സ്ഥലം ചേർത്തലയാണ്. ചേർത്തല പൂച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഹോസ്പിറ്റലിന് അടുത്താണ് അല്ലേ? മെഡിക്കൽ സെൻറ്റർ. വീട്ടിലാരൊക്കെ ഉണ്ട് രാമേട്ട? വൈഫ്, മോള് എന്ത് ചെയ്യുന്നു? മോള് ബികോം എം എസ് സി. ഓക്കെ, ശരി. ചെറിയ ടെൻഷനുണ്ടല്ലേ? ചെറുതായിട്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് പോകെ അതെല്ലാം ശരിയായിക്കോളും. രാമേട്ട, നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് വരാല് പൊള്ളിച്ചത്. വരാലാണോ? ബ്രാല്. ഈ ബ്രാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആ ഒരു തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില ശബ്ദങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് പാരലി നമുക്കുണ്ടാവും. അതൊന്ന് ക്ഷമിക്കുക. ബ്രാല് നമ്മൾ ചെറിയ ബ്രാലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വലിയ ബ്രാല് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. നമ്മുടെ ഇപ്പോൾ ചേർത്തല ഭാഗത്തൊക്കെ ചെറിയ ബ്രാലാണ്. പക്ഷേ അത് ഇതിവിടെ വരുന്നത് ഈ ബ്രാൽ എന്ന് പറഞ്ഞാൽ ചേർന്നാണ് പറയുന്നത്. ചേർന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ബ്രാൽ എന്ന് പറയും, ചേർന്ന് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇല്ല, വരാല്, ബ്രാല്, ചേർ. വരാല്, ബ്രാല്, ചേർ.
അങ്ങനെ 3 പേരുള്ള മിടുക്കനെയാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് ഫിഷ് പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പോൾ വരാല്, ബ്രാല്, ചേറ് ഈ പേരുള്ള ഈ മിടുക്കനെ നമ്മളിന്ന് പൊള്ളിക്കാൻ പോവാം. അപ്പോൾ രാമേട്ട, നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക്, മീൻ, കറിവേപ്പില, തേങ്ങാപ്പാൽ. രാമേട്ട, തുടങ്ങിയാലോ നമുക്ക്? കാരണം ഈ സമയത്ത് പോലും ഇവിടെ നല്ല തിരക്കാട്ടോ. അതായത് നമ്മൾ ഉച്ചയൂണിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലും ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ആ സമയത്ത് രാമേട്ടനെ പാചകത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. എന്നിട്ടും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രാമേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. രാമേട്ട, താലം കൈമാറി കഴിഞ്ഞു. വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി അത് നമ്മൾ ചതച്ചാണോ ചോപ്പ് ചെയ്താണോ? ഇത് നമ്മൾ ചതച്ചത് അല്ലേ? എത്ര വർഷമായി രാമേട്ട ഇവിടെ? ഞാൻ ഇവിടെ കുറച്ച് നാളുകളേ ഉള്ളൂ. കാരണം ഞാൻ ഒരു ഫേമസ് കാറ്ററിംഗ് ചേർത്തല തന്നെ? ചേർത്തലയില്ല, എറണാകുളം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എന്താണ് പാചകം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? പാചകം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 80-90 തൊട്ട് തുടങ്ങിയത്. 90 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് രാമേട്ടൻ ഈ ഇതിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ? ചെറിയ ഉള്ളി ചതച്ചത്. ഉപ്പല്ലേ? നമ്മൾ കുറച്ച് ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് എളുപ്പം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി അല്ലേ? രാമേട്ടൻ ഇവിടെ ഉണ്ടാക്കുന്നത് കൂടുതലും മീൻ വിഭവങ്ങളാണോ അതോ? മീനുകൊണ്ട് മീറ്റും ഉണ്ട്. എല്ലാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചൈനീസ് അങ്ങനെയുള്ള കോണ്ടിനുള്ള ഐറ്റംസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നാടനെല്ലാം നാടനാണ്. ഷാപ്പിലെ ഒരു രീതിയിലുള്ള വിഭവങ്ങൾ മാത്രം. ബാക്കി അങ്ങനെ ഈ നമ്മുടെ ചില്ലി ചിക്കനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറികൾ കിട്ടുന്ന ഒരു ഷാപ്പ് ഇവിടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഷാപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കാരണം ഇവിടെ കള്ള് എന്തായാലും ഇല്ല. കള്ളില്ലാത്ത കിടിലം ഷാപ്പ് കറി, ഇപ്പോൾ തലക്കറിയോ അങ്ങനെ ഒരുപാട് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ പന്നിയുണ്ട് അല്ലേ? പന്നിയുണ്ട്, ബീഫ്, പോത്ത്, താറാവ്, പോട്ടി, ഞണ്ട്, പിന്നെ കൂന്തലി. മുഴുവനെ ചെയ്യുന്ന സാധനമാണോ? രണ്ട് പീസായിട്ട് കിട്ടും. മീനിൻ്റെ എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. അത് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി നിന്ന് നമുക്ക് കണ്ടിട്ട് ആ സാധനം ചൂസ് ചെയ്ത് നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആ സാധനമാണ് ഇപ്പോൾ ഫ്രൈയോ അല്ലെങ്കിൽ കറിയോ എന്ത് വേണമെങ്കിലും അവർ ഉണ്ടാക്കി തരും. കറിവേപ്പില അല്ലേ? മഞ്ഞപ്പൊടി, മുളക് പൊടി, തക്കാളി ഇടാം. അടുത്ത് നമ്മൾ തക്കാളി ഏകദേശം എത്ര തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്? 2 തക്കാളി ഇട്ടാൽ മതിയാവും. 2 തക്കാളി അല്ലേ? 2 തക്കാളി അതിൻ്റെ ഒരു പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. വേറെ നമ്മൾ പുളി ചേർക്കണ്ടായി. നമ്മൾ മറ്റേ കുടംപുളിയൊന്നും നമ്മൾ ചേർക്കണ്ട. ഇപ്പം തന്നെ കൃത്യമായിട്ടൊരു മസാല രൂപത്തിലേക്ക് ആ സംഭവം വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇത് 1-ാം പാലല്ലേ രാമേട്ട? 1-ാം പാൽ മതി. 1-ാം പാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഏകദേശം ഒരു കറക്റ്റായിട്ട് അരഭാഗത്തോളം ആ സാധനം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. എനിക്കൊന്ന് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ കൂടുതൽ രുചിക്ക് കാരണം എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇത് ഒന്ന് റെഡിയായി വരാൻ ഒരു 2 മിനിറ്റ് സമയം ആവശ്യമുണ്ടല്ലോ? ഏകദേശം 2 മിനിറ്റ് മതിയാവും. അപ്പോൾ 2 മിനിറ്റ് സമയത്ത് ഇത് എല്ലാം അത്യാവശ്യം റെഡിയാക്കി രാമേട്ടൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. രാമേട്ടൻ ഇനി എന്താണ് നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. വാഴയില വാട്ടി മസാല ശരിയായി അല്ലേ?
വാഴയിലേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത ലോകത്ത് ആരും മലയാളികളുണ്ടാവില്ല, അങ്ങനെ വേണം പറയാൻ. കാരണം നമുക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്, എന്താ പറയുക, ഡിഷല്ല, എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പൊതിച്ചോറ് നമുക്ക് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിലും അല്ലെങ്കിൽ ഈ സ്കൂളിലും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ പൊതിച്ചോറിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത എന്താ പറയുക നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിന് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പൊതിച്ചോറുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പല രീതികളിലും. ഇപ്പോൾ ഈ വാഴയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയോ മെഡിസിനൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അല്ലേ, ഈ വാട്ടിയൊക്കെ കഴിയുന്ന സമയത്ത് അതിനകത്ത് കുറേ സംഭവങ്ങൾ അതിലേക്കാണ്. ഇനി അതിനകത്ത് മസാല നിറയ്ക്കണം. അത് കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല അല്ലേ. ഈ മസാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് ഫില്ല് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. രാമേട്ടൻ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് മസാല ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ഏത് മറ്റേ ഫിഷിലാണ് രാമേട്ട ഏറ്റവും കൂടുതൽ ഇതിൽ രുചി ഉണ്ടാകുന്നത്? ഈ നെയ്മീൻ രുചിയാണ്, കരിമീനും രുചിയാണ്. കരിമീൻ രുചിയാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം രുചിയിലേക്ക് വരുന്നുണ്ടോ അല്ലേ. ഇത് നമ്മുടെ വാഴയുടെ നാര് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് കെട്ടുന്നത്. സാധാരണ പൂവ് കിട്ടാനൊക്കെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന നാരാണ് അല്ലേ, പൂവൊക്കെ കിട്ടാൻ. ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതെ. നമ്മൾ പലപ്പോഴും മലയാളികൾ നാടൻ ഡിഷുകളിൽ നിന്ന് മറ്റ് പല രുചികളും തേടി നമ്മൾ പോകുന്ന സമയത്ത് ഫോറിനേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ രുചി അന്വേഷിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ അത്രയും സ്പൈസി ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന എരിവൊന്നും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രുചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് അവർ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ. രാമേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഈ പറഞ്ഞ ഫോറിനേഴ്സ് ആരെങ്കിലും അവർ ഇപ്പോൾ ചെറിയ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് അവർ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ചോറ് കഴിക്കുന്നുണ്ട്. കൈ കൊണ്ട് കഴിക്കുന്ന രുചി എന്താണെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ നമുക്ക് ഉരുളി കഴിക്കാം. ഇനി നമ്മൾ ഇത് ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു. ബ്രാലിനെ നമ്മൾ കെട്ടി റെഡിയാക്കി മസാലയൊക്കെ കൂട്ടി കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫിഷ് അതിലേക്ക് വയ്ക്കാം. നമ്മളിത് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ്. ഓൾറെഡി വാട്ടിയ ഇലയിലാണ് നമ്മൾ വീണ്ടും നമ്മൾ എണ്ണയിലേക്ക് അല്ലേ അത് വയ്ക്കുന്നത്. ഏകദേശം എത്ര സമയം നമ്മൾ ഇതിന് മൂടി വയ്ക്കേണ്ടി വരും? തിരിച്ചും മറിച്ച് വിടണ്ടേ? 10 മിനിറ്റോളം അല്ലേ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയത്തോളം നമുക്കിത് ഒരു സൈഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലേ. 5 മിനിറ്റ് സമയം ഒരു സൈഡ്, 5 മിനിറ്റ് സമയം ഒരു സൈഡ്. അങ്ങനെ ഈ സംഭവം 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് രാമേട്ടൻ്റെ ചില സ്പെഷ്യൽ കരവിരുതിൽ സംഭവം തകർത്തിരിക്കുകയാണ്. രാമേട്ട ഇതിനി നമുക്ക് എടുക്കാൻ സമയം തോന്നുന്നു അല്ലേ. നമുക്ക് മൂടി തുറക്കാം. ഓ, നല്ല പോലെ മണം അടിക്കുന്നുണ്ട്. ആ രുചിയുടെ മണം. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രാമേട്ടനോട് 1-2 വിശേഷങ്ങളും കൂടെ ചോദിച്ചിട്ട് വേണം അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാമേട്ട, നമ്മുടെ ഇതിൻ്റെ ഓണറെ പുള്ളിയെ നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു സംസാരിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിയെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു ആളാണ്. എന്താ പറയുക, ഫുൾ എനർജിയാണ് പുള്ളിക്ക്.
എന്താ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത്, ഇങ്ങനെ ഫുൾ നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അത്രയും ഇതായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അത് നമ്മുടെ മുന്നിൽ മാത്രമല്ല, ഈ വരുന്ന കസ്റ്റമേഴ്സിനോടും എല്ലാ ആൾക്കാരോടും വന്ന് പുള്ളി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് രീതിയിലാണ് ഭക്ഷണം വേണ്ടത്, അങ്ങനെ ഹാപ്പിയാണോ, ഇതെല്ലാം ചോദിച്ചിട്ടാണ് പുള്ളി അവരെയൊക്കെ യാത്ര അയക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ രാമേട്ടൻ? ഞാനിത് കുറച്ച് നേരം സംസാരിച്ച് എങ്കിൽ പോലും ഈ സംസാരിച്ച് എന്തിനാണെന്ന് മനസ്സിലായോ? ചൂടാറ് ആ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഓക്കെ, നമുക്കിതിനെ രാമേട്ടൻ്റെ ഒരു ശൈലിയിൽ പറയുകയാണെങ്കിൽ ഇതിന് എങ്ങനെയാണ് നമ്മളിത് ഇത് പൊളിച്ച് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രേക്ഷകരെ അങ്ങ് കാണിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ കാഴ്ച ഒന്ന് ആദ്യം അനുഭവിക്കട്ടെ, അതിനുശേഷം രുചിച്ച് നോക്കാം. ഈ കാഴ്ച നിങ്ങളൊന്ന് കാണും. അപ്പോൾ കാഴ്ച ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പോവാണ്. രുചി എപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ട് അസാധ്യമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഓൾറെഡി നമ്മുടെ രാമേട്ടൻ്റെ രുചി അറിഞ്ഞ കുറച്ച് ആൾക്കാരെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇത് രുചിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ ആ കൂട്ടുകാരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. കോട്ടയത്തുകാരാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത്തിച്ചതാണ്. ഓക്കെ, വായോ. നമസ്കാരം. 3 മക്കളിങ്ങ് വാ. എന്തായാലും വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കഴിച്ചത്? ഇവിടെ വന്നിട്ട് ഇപ്പം വരാല് കഴിച്ചു, കപ്പ കഴിച്ചു, താറാവ് കഴിച്ചു. ഓക്കെ, ഒരുമാതിരി എല്ലാം ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആ മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരാലിൻ്റെ ഒരു സ്പെഷ്യൽ സംഗതി ഓൾറെഡി വരാൽ കഴിച്ചു എന്ന് പറഞ്ഞു. ഇത് പൊള്ളിച്ചതാണ്. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം അഭിപ്രായം പറയാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്നേഹത്തോടെ രണ്ടുപേരെയും ഈ പറഞ്ഞ 3 മക്കളെയും കൂടെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അടിപൊളിയാണ്, അടിപൊളി. ഇത് അമ്പാടി അല്ലേ? ഇത് അമ്പാടി. ആഹാ, അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? പറയടാ. അടിപൊളിയാണോ? ആ, മോൻ്റെ പേരെന്താ? അഭിനവ്. ഓക്കെ, അടിപൊളിയാ. ഓക്കെ, മോളുടെ പേരെന്താ? നന്ദന. ഓക്കെ. സൂപ്പർ അല്ലേ? ഇതിലപ്പുറം രാമേട്ട എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ലല്ലോ. വളരെ താങ്ക്സ്. അപ്പോൾ എന്തായാലും അവർ രുചിച്ചു. ഈ സാധനം ഞാൻ രുചിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ രുചിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിലേറെ നിറവോടെ ഞാനിത് രുചിക്കാൻ പോവാണ്. ആദ്യമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞാൻ അഭിപ്രായം പറയാതെ ഒരു എപ്പിസോഡ് തീർക്കാൻ പോവാണ്. ഈ കുഞ്ഞ് തല കുലുക്കിയതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രുചിയൊന്നും വർണ്ണിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഇത് രുചിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ കാണിച്ചൊരു മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. രാമേട്ടനും ആ രുചിക്കലുകൊണ്ട് രാമേട്ടനും ഒരുപാട് സന്തോഷമുണ്ടായിട്ടുണ്ട്. ഈ സന്തോഷത്തിലാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ഈ പറഞ്ഞ രുചി തേടി യാത്ര ചെയ്യുന്ന ഈ കോട്ടയംകാരോടും രുചിയുടെ രാജാവായ നമ്മുടെ രാമേട്ടനോടും ഒപ്പം ഈ എപ്പിസോഡ് സ്നേഹത്തോടെ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പുഞ്ചക്കരി, അത് മറക്കരുത്. പുഞ്ചക്കരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ രാമേട്ടൻ്റെ രുചി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. വരാൻ മറക്കരുത്, രുചിക്കാൻ മറക്കരുത്. അപ്പോൾ സ്നേഹത്തോടെ യാത്ര പറയാം നമുക്ക്. അപ്പോൾ ഗുഡ് ബൈ.